ഓം ശാന്തി 30/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിൽ ഒരു സാരവുമില്ല. ഇതിനാൽ നിങ്ങൾ ഈ ലോകത്തിനോട് ഹൃദയം വെക്കരുത്. ബാബയുടെ ഓർമ്മ മുറിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ആർഭാടമുണ്ട്, തിളക്കമുണ്ട്, ആകർഷണീയമായ കണ്ണഞ്ചിപ്പിക്കുന്ന പല കാഴ്ചകളും ദൃശ്യങ്ങളുമുണ്ട്. എന്നാൽ അവയൊന്നും ആന്തരിക സുഖം നൽകുന്നില്ല. ആന്തരിക സുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യങ്ങളിൽ സാരമുള്ളത്. പുറമേന്ന് കാണാൻ മാത്രം കൊള്ളാം, അല്ലെങ്കിൽ അല്പകാലത്തേക്ക് മാത്രം കൊള്ളാം, പക്ഷേ ചിരകാലത്തേക്കൊന്നുമില്ല എന്നൊരു സ്ഥിതിയാണെങ്കിൽ ആ സുഖം തരുന്നവയെല്ലാം വ്യർത്ഥമാണ്. ഇന്ന് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ലോകത്തിൽ ഒരു സാരവുമില്ല. ഈ ലോകത്തിനോട് ഹൃദയം വെക്കരുത്. അതായത് കാഴ്ചകളിൽ കണ്ണഞ്ചി പോകരുത്, മയങ്ങിപ്പോകരുത്. ഈ ആകർഷണങ്ങൾ ബാബയുടെ ഓർമ്മയിൽ വിഘ്നം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇവയിൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാബയുമായിട്ടുള്ള യോഗത്തിൽ വിഘ്നമാവുകയാണ്, യോഗം മുറിയുകയാണ്. ഇങ്ങനെ യോഗം മുറിഞ്ഞാൽ അതിന് ശിക്ഷയും ലഭിക്കും. നഷ്ടം തീർച്ചയായും ഉണ്ട്. പദവി കുറയും, വികർമ്മം വിനാശമാകില്ല, അതിനോടൊപ്പം ശിക്ഷയും ഉണ്ടാകും. ചോദ്യം: ബാബയുടെ മുഖ്യ ഡയറക്ഷൻ എന്താണ്? അതെന്തുകൊണ്ട് ലംഘിക്കുന്നു? ഉത്തരം: ബാബയുടെ ഡയറക്ഷനാണ് ആരിൽ നിന്നും സേവനം എടുക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം സേവകരാണ്. എന്നാൽ ദേഹാഭിമാനം കാരണം ബാബയുടെ ഈ ഡയറക്ഷൻ ലംഘിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഇവിടെ സുഖമെടുക്കുകയാണെങ്കിൽ അവിടെ സുഖം കുറഞ്ഞുകൊണ്ടിരിക്കും. പല കുട്ടികളും പറയുന്നു, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം. എന്നാൽ എല്ലാവരും ബാബയിൽ ഡിപ്പെൻഡാണ്. നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കുന്നതിന് ബാബ നമുക്ക് പലതരത്തിലുള്ള നിയമാവലിയും ക്രമങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പല നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. ഇന്ന് ബാബ ഒരു നിർദ്ദേശമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ്, നാം ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും സേവനമെടുക്കരുത്. ഏത് കാര്യമാണോ നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്നത്, തീർച്ചയായും അത് നാം ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ് എങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. എന്നാൽ നാം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ സ്വാർത്ഥതയ്ക്കായി അല്ലെങ്കിൽ വ്യക്തിപരമായി സേവനമെടുക്കുകയാണെങ്കിൽ അത് തെറ്റായ കർമ്മത്തിൽ വരും. തെറ്റായ കർമ്മമെന്നാൽ ഇവിടെ നാം അത്തരത്തിൽ സേവനമെടുക്കുന്നു എങ്കിൽ സത്യുഗത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും. ബാബ സ്വയം പറയുന്നുണ്ട്, ബാബയും ആജ്ഞാകാരിയായ സേവകനാണ്. അങ്ങനെയുള്ള വിശ്വസേവകന്റെ നാം കുട്ടികളാണ്. നാമും സേവകർ തന്നെയാണ്. നാം തീർച്ചയായും മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിന് നിമിത്തമാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നാം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്നതിന് നിമിത്തമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്നതിന് പകരം നാം മറ്റുള്ളവരെ കൊണ്ട് നമുക്കായി വിളമ്പിക്കുകയാണ് എങ്കിൽ അത് ഒരു ജട്ടിലമായ കർമ്മക്കണക്കാകാൻ സാധ്യതയുണ്ട്. പല കുട്ടികളും ചിന്തിക്കുന്നു, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ്, നമുക്ക് ചിലവിനുള്ള ധനം നാം സ്വയം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ നാം ഒറ്റയ്ക്ക് കഴിയുന്നു, അതുമല്ലെങ്കിൽ നമ്മളുടെയിൽ പൈസയുണ്ട്, നാം ആരിൽ നിന്നും ഒന്നും ആശ്രയം എടുക്കുന്നില്ല എന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ബാബ പറയുകയാണ്, എല്ലാവരും ബാബയിൽ ഡിപ്പെൻഡാണ്. അതായത് ബാബയിൽ നിന്നാണ് നാം ആശ്രയത്തിന്റെ സേവനം എടുക്കുന്നത്. ഗീതം: ഹൃദയത്തിന്റെ ആശ്രയം മുറിഞ്ഞു പോകരുത്. ധാരണയ്ക്കുള്ള
മുഖ്യസാരം: 1. ഒരു പ്രാവശ്യം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ ആ സമയം ചെവിക്ക് പിടിക്കണം. ഒരു പ്രാവശ്യം കൂടി സംഭവിക്കരുത്. ഒരിക്കലും ദേഹ അഹങ്കാരത്തിൽ വരരുത്. ജ്ഞാനത്തിൽ സമർത്ഥരായി അന്തർമുഖി ആയിരിക്കണം. 2. സത്യമായ പിതാവ്രത ആകണം. ജീവിച്ചിരിക്കെ ബലിയാകണം. ആരുമായും ഹൃദയം വയ്ക്കരുത്. അവിവേകത്തിൻ്റെ ഒരു കർമ്മവും ചെയ്യരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരിക്കലും തെറ്റ് ചെയ്യരുത്. അതായത് ശ്രീമത്തിന് വിരുദ്ധമായി ഒരു കർമ്മം സംഭവിക്കരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്വയം തിരുത്തണം. ഒരിക്കലും ആ തെറ്റ് രണ്ടാമത് സംഭവിക്കരുത്. രണ്ടാമതും സംഭവിച്ചാൽ അതൊരു കർമ്മത്തിൻ്റെ റെക്കോർഡിംഗ് ആയി സംസ്കാരത്തിൽ വരികയാണ്. പിന്നെയും അങ്ങനെ ചെയ്യാൻ ഉള്ള തോന്നൽ ഉണ്ടാകും. മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ ഒരു തോന്നൽ വന്നാൽ അതിന് 2 തവണ ചെയ്തതിൻ്റെ ഫോഴ്സും കൂടി ഉണ്ടായിരിക്കും. അത് പിന്നെ മാറ്റിയെടുക്കാൻ പാടായി വരും. അതിനാൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി എങ്കിൽ അത് ഉടൻ തന്നെ തിരുത്തണം. ഒരിക്കലും ദേഹ അഹങ്കാരത്തിൽ വരരുത്. ഈ ജ്ഞാനത്തിൽ മിടുക്കരായി അന്തർമുഖി ആകണം. അന്തർമുഖി ആകുക അർത്ഥം യോഗി ആകുകയാണ്. അപ്പോൾ ജ്ഞാനിയും യോഗിയും ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സത്യമായ പിതാവ്രത ആകണം. അതായത് ഒരു ബാബ രണ്ടാമതാരുമില്ല, ഈ ഒരു ധാരണ ഉണ്ടായിരിക്കണം. മറ്റാരിലും ഹൃദയം പോകരുത്, കണ്ണുകൾ പോകരുത്, ശ്രദ്ധ പോകരുത്. വിവേകശൂന്യമായി ഒരു കർമ്മവും ചെയ്യരുത്. വരദാനം: വിടവാങ്ങലിന് സദാകാലത്തേക്ക് വിട നൽകുന്ന സ്നേഹി സ്വരൂപരായി ഭവിക്കട്ടെ. എന്താണോ സ്നേഹിക്ക് ഇഷ്ടം അതാണ് സ്നേഹമുള്ളവർക്കും ഇഷ്ടം. ഇതാണ് സ്നേഹത്തിൻ്റെ സ്വരൂപം. നടക്കുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും താമസിക്കുന്നതും സ്നേഹിക്ക് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും. ഇതിനാൽ എന്ത് സങ്കല്പമോ കർമ്മമോ ചെയ്യുന്നുവോ അതിനു മുന്നേ ചിന്തിക്കൂ, ഇത് സ്നേഹിയായ ബാബയുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടതാണോ? ഇങ്ങനെ സത്യമായ സ്നേഹിയായി തീരൂ എങ്കിൽ നിരന്തര യോഗിയും സഹജ യോഗിയും ആയിത്തീരും. സ്നേഹി സ്വരൂപത്തിന് സമാനം സ്വരൂപത്തിൽ പരിവർത്തനമാക്കൂ എങ്കിൽ അമരഭവയുടെ വരദാനം ലഭിക്കും. വിടവാങ്ങലിന് സദാകാലത്തേക്ക് വിട നൽകാൻ സാധിക്കും. നമുക്കാരോടാണോ സ്നേഹമുള്ളത്, അവർക്കെന്താണോ ഇഷ്ടം അത് തന്നെയായിരിക്കും നമുക്കും ഇഷ്ടം. അവരെങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം നടക്കും. അതിനാൽ എന്താണോ ബാബയ്ക്കിഷ്ടം അത് തന്നെ എനിക്കും ഇഷ്ടം എന്നത് മനസ്സിലാക്കണം. ഇതിലൂടെ നിരന്തര യോഗിയും സഹജ യോഗിയും ആയിത്തീരും. സമാന സ്വരൂപരായി തീരും. അമരഭവയുടെ വരദാനം ലഭിക്കും. ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നത്, വിട്ടുപോകുന്നത് സദാകാലത്തേക്ക് ഇവയ്ക്ക് വിട നൽകാൻ സാധിക്കും. സ്ലോഗൻ: സ്വഭാവം സരളവും പുരുഷാർത്ഥം അറ്റൻഷൻ ഉള്ളതും ആക്കൂ. സ്വഭാവം മറ്റുള്ളവർക്കുള്ളതും പുരുഷാർത്ഥം നമ്മൾക്കുള്ളതുമാണ്. സ്വഭാവത്തിൽ നാം ഈസി ആയിരിക്കണം, അതായത് സരളമായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വസേവനവും വിശ്വസേവനവും സഹജമായി ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഓം ശാന്തി.